റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ വിനാശകരമായ ആഘാതങ്ങൾ അയൽ രാജ്യങ്ങളിലേക്കും പടരുന്നെന്ന ഭീതി ശക്തമാക്കിക്കൊണ്ട് നാറ്റോ സഖ്യകക്ഷിയായ റൊമാനിയയിൽ റഷ്യൻ ഡ്രോൺ പതിച്ചു. യുക്രൈൻ അതിർത്തിയോട് ചേർന്നു കിടക്കുന്ന തന്ത്രപ്രധാനമായ റൊമാനിയൻ നഗരമായ ഗലാത്തിയിലെ ഒരു ജനവാസ മേഖലയിലാണ് സ്ഫോടക വസ്തുക്കൾ നിറഞ്ഞ ഡ്രോൺ പതിച്ചത്. ഒരു ബഹുനില അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിന് മുകളിലേക്ക് ഡ്രോൺ ഇടിച്ചിറങ്ങിയതോടെ വൻ നാശനഷ്ടങ്ങളാണ് പ്രദേശത്തുണ്ടായത്. നാറ്റോയുടെ കിഴക്കൻ അതിർത്തി പ്രദേശങ്ങളെ ഒന്നടങ്കം നടക്കിയ ഈ സംഭവം അന്താരാഷ്ട്ര തലത്തിൽ വലിയ നയതന്ത്ര സൈനിക ചർച്ചകൾക്ക് ഇതിനകം തന്നെ വഴി തുറന്നിട്ടുണ്ട്. റൊമാനിയൻ പ്രാദേശിക മാധ്യമങ്ങൾ പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം അതീവ മാരകമായ സ്ഫോടക വസ്തുക്കൾ വഹിച്ചുകൊണ്ടുള്ളതായിരുന്നു ഈ ഡ്രോണ്. അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിൽ ഇടിച്ച ഉടൻ തന്നെ ഇതിലുണ്ടായിരുന്ന സ്ഫോടക വസ്തുക്കൾ വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ കെട്ടിടത്തിന്റെ വലിയൊരു ഭാഗം തകരുകയും പ്രദേശത്താകെ കനത്ത തീപിടുത്തം ഉണ്ടാകുകയും ചെയ്തു. ഈ ഡ്രോൺ ആക്രമണത്തിൽ അപ്പാർട്ട്മെന്റിൽ താമസിച്ചിരുന്ന 2 റൊമാനിയൻ പൗരന്മാർക്ക് ഗുരുതരമായി പരിക്കേറ്റതായാണ് ഔദ്യോഗിക വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. സ്ഫോടനത്തെ തുടർന്ന് തകർന്നു വീണ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും അഗ്നിശമന സേനയും രക്ഷാപ്രവർത്തകരും ചേർന്നാണ് ഇവരെ പുറത്തെടുത്തത്. ഇവരെ ഉടൻ തന്നെ സമീപത്തെ അത്യാഹിത വിഭാഗത്തിലേക്ക് മാറ്റി. ദുരന്തം നടന്ന അപ്പാർട്ട്മെന്റ് സമുച്ചയത്തിൽ നിന്നും 70ഓളം താമസക്കാരെയാണ് അധികൃതർ അടിയന്തരമായി ഒഴിപ്പിച്ചത്. സ്ഫോടനത്തിലും അതിനെ തുടർന്നുണ്ടായ കനത്ത പുകയിലും ശ്വാസം മുട്ടിയും പരിക്കേറ്റും ജനങ്ങൾ വലഞ്ഞു. കെട്ടിടത്തിന്റെ ഘടനയ്ക്ക് ബലക്ഷയം സംഭവിച്ചിട്ടുണ്ടോ എന്ന ഭയത്താലാണ് പ്രദേശം പൂർണ്ണമായും ഒഴിപ്പിക്കാൻ സൈന്യവും പോലീസും തീരുമാനിച്ചത്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി റഷ്യയും യുക്രൈനും തമ്മിൽ അതിശക്തമായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളാണ് അതിർത്തി പ്രദേശങ്ങളിൽ നടത്തിവരുന്നത്. യുക്രൈന്റെ വടക്ക് കിഴക്കൻ അതിർത്തികളിലെ ലക്ഷ്യങ്ങൾ തകർക്കാൻ റഷ്യ അയച്ച കില്ലർ ഡ്രോണുകളിൽ ഒന്നാണ് ലക്ഷ്യം തെറ്റി റൊമാനിയൻ മണ്ണിൽ പതിച്ചതെന്നാണ് പ്രതിരോധ വിദഗ്ധരുടെ പ്രാഥമിക നിഗമനം. യുദ്ധം ആരംഭിച്ച് 4 വർഷം പിന്നിടുമ്പോൾ സംഘർഷം അയൽ രാജ്യങ്ങളിലേക്ക് പടരുന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമായാണ് ഈ സംഭവം വിലയിരുത്തപ്പെടുന്നത്. യുക്രൈന്റെ അതിർത്തി പങ്കിടുന്ന നാറ്റോ അംഗരാജ്യങ്ങളായ പോളണ്ട്, റൊമാനിയ, മോൾഡോവ തുടങ്ങിയ രാജ്യങ്ങൾ കാലങ്ങളായി ഈ ഭീഷണി നേരിടുന്നുണ്ട്. സംഭവം നടന്ന ഉടൻ തന്നെ റൊമാനിയൻ സർക്കാർ കടുത്ത ജാഗ്രതാ നിർദ്ദേശമാണ് രാജ്യത്തുടനീളം പുറപ്പെടുവിപ്പിച്ചത്. റൊമാനിയൻ അതിർത്തി സുരക്ഷാ സേനയും നാറ്റോയുടെ വ്യോമ നിരീക്ഷണ വിഭാഗവും സംയുക്തമായി അതിർത്തികളിൽ പരിശോധന ശക്തമാക്കി. തങ്ങളുടെ വ്യോമാതിർത്തി ലംഘിച്ച് കൂടുതൽ ഡ്രോണുകളോ മിസൈലുകളോ വരുന്നുണ്ടോ എന്ന് കണ്ടെത്താൻ അത്യാധുനിക റഡാർ സംവിധാനങ്ങൾ അതിർത്തി ഗ്രാമങ്ങളിൽ അടിയന്തരമായി വിന്യസിച്ചു കഴിഞ്ഞു. നാറ്റോ ആസ്ഥാനത്തും ഈ സംഭവം വലിയ രീതിയിലുള്ള ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട്. നാറ്റോ ഉടമ്പടിയിലെ ആർട്ടിക്കിൾ 5 പ്രകാരം ഒരു അംഗരാജ്യത്തിന് നേരെ ഉണ്ടാകുന്ന ആക്രമണം സഖ്യത്തിലെ എല്ലാ രാജ്യങ്ങൾക്ക് നേരെയുമുള്ള ആക്രമണമായാണ് കണക്കാക്കപ്പെടുന്നത്. റൊമാനിയയിലുണ്ടായ ഈ ഡ്രോൺ പതനം ബോധപൂർവമുള്ള ഒരു ആക്രമണമാണോ അതോ സാങ്കേതിക തകരാറ് മൂലം സംഭവിച്ചതാണോ എന്ന് നാറ്റോ നേതൃത്വം പരിശോധിച്ചു വരികയാണ്. ബോധപൂർവമായ നീക്കമാണെന്ന് തെളിഞ്ഞാൽ അത് റഷ്യക്കെതിരെയുള്ള നാറ്റോയുടെ നേരിട്ടുള്ള സൈനിക നടപടികളിലേക്ക് നയിച്ചേക്കാം. റൊമാനിയൻ ആഭ്യന്തര മന്ത്രാലയവും സൈനിക ഉദ്യോഗസ്ഥരും ഗലാത്തിയിലെ സംഭവ സ്ഥലത്ത് നേരിട്ടെത്തി അന്വേഷണങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട്. തകർന്നു വീണ ഡ്രോണിന്റെ അവശിഷ്ടങ്ങൾ ശേഖരിച്ച് അത് ഏത് തരത്തിലുള്ള ഡ്രോൺ ആണെന്ന് കണ്ടെത്താനുള്ള ഫോറൻസിക് പരിശോധനകൾ ആരംഭിച്ചു. റഷ്യൻ നിർമ്മിത ഷഹീദ് ഡ്രോണുകളുടെ അവശിഷ്ടങ്ങളാണോ ഇതെന്നാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്ന ശേഷമേ ഔദ്യോഗിക പ്രതികരണത്തിന് റൊമാനിയ തയ്യാറാകൂ. യുക്രൈനിലെ തുറമുഖ നഗരമായ ഒഡേസയ്ക്കും മറ്റ് ദക്ഷിണ മേഖലകൾക്കും നേരെ റഷ്യ നടത്തുന്ന വിനാശകരമായ വ്യോമാക്രമണങ്ങളാണ് റൊമാനിയയ്ക്ക് പ്രധാന ഭീഷണിയാകുന്നത്. ഡാനൂബ് നദിക്കപ്പുറമുള്ള യുക്രൈൻ ധാന്യ സംഭരണശാലകളും തുറമുഖങ്ങളും തകർക്കാൻ റഷ്യ നിരന്തരം ഡ്രോണുകൾ ഉപയോഗിക്കാറുണ്ട്. ഈ ആക്രമണങ്ങളുടെ പരിധിക്കുള്ളിലാണ് റൊമാനിയയുടെ അതിർത്തി നഗരമായ ഗലാത്തിയും വരുന്നത് എന്നാണ് ഈ പ്രദേശത്തെ എപ്പോഴും അപകട മേഖലയാക്കി മാറ്റുന്നത്. സംഭവത്തെക്കുറിച്ച് റഷ്യ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. സാധാരണയായി നാറ്റോ അതിർത്തികളിൽ ഉണ്ടാകുന്ന ഇത്തരം സംഭവങ്ങളിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന നിലപാടാണ് ക്രെംലിൻ സ്വീകരിക്കാറുള്ളത്. എന്നാൽ യുക്രൈനിലേക്ക് പാശ്ചാത്യ രാജ്യങ്ങൾ ആയുധങ്ങൾ എത്തിക്കുന്ന റൂട്ടുകളിൽ റൊമാനിയയും ഉൾപ്പെടുന്നുണ്ട് എന്നതിനാൽ റഷ്യ മനഃപൂർവ്വം നൽകിയ ഒരു മുന്നറിയിപ്പാണോ ഇതെന്ന സംശയവും ചില യൂറോപ്യൻ പ്രതിരോധ നിരീക്ഷകർ പങ്കുവെക്കുന്നുണ്ട്. ഒരു ഡ്രോൺ പതനം റൊമാനിയയിലെ ജനങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള ഭീതിയും അതൃപ്തിയും ഉണ്ടാക്കിയിട്ടുണ്ട്. തങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഭരണകൂടവും നാറ്റോ സഖ്യവും കൂടുതൽ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം പ്രാദേശിക നേതാക്കൾ ഉയർത്തുന്നുണ്ട്.
അതിർത്തി കടന്നു വരുന്ന ഡ്രോണുകളെ റൊമാനിയൻ മണ്ണിൽ പതിക്കുന്നതിന് മുൻപ് തന്നെ ആകാശത്ത് വെച്ച് വെടിവെച്ചിടാനുള്ള സംവിധാനങ്ങൾ വേണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. യൂറോപ്യൻ യൂണിയനും ഈ വിഷയത്തിൽ റൊമാനിയയ്ക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. യുക്രൈനിലെ റഷ്യൻ അധിനിവേശം യൂറോപ്പിന്റെ ആകെ സുരക്ഷയാണ് ബാധിക്കുന്നതെന്ന് സൈനിക വക്താക്കൾ വ്യക്തമാക്കി. അയൽ രാജ്യങ്ങളിലെ സാധാരണക്കാരുടെ ജീവന് ഭീഷണിയാകുന്ന തരത്തിലുള്ള റഷ്യയുടെ അശ്രദ്ധമായ സൈനിക നീക്കങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഗലാറ്റിയിലെ അപ്പാർട്ട്മെന്റിലുണ്ടായ തീപിടുത്തം മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് അഗ്നിശമന സേന നിയന്ത്രണ വിധേയമാക്കിയത്. സ്ഫോടനത്തിൽ കെട്ടിടത്തിന്റെ ജനലുകളും വാതിലുകളും പൂർണ്ണമായി തകരുകയും സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾക്ക് നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തു. അമേരിക്കൻ ഐക്യനാടുകളും റൊമാനിയയിലെ സ്ഥിതിഗതികൾ അതീവ പ്രാധാന്യത്തോടെയാണ് നിരീക്ഷിക്കുന്നത്. വൈറ്റ് ഹൌസ് വക്താക്കൾ റൊമാനിയൻ അധികൃതരുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്നാണ് വിവരങ്ങൾ. നാറ്റോയുടെ 1 ഇഞ്ച് ഭൂമി പോലും വിട്ടുകൊടുക്കില്ലെന്ന അമേരിക്കൻ പ്രസിഡന്റിന്റെ മുൻ പ്രസ്താവനകൾ നിലനിൽക്കെ കിഴക്കൻ യൂറോപ്പിലേക്ക് കൂടുതൽ US സൈന്യത്തെയും വ്യോമ പ്രതിരോധ മിസൈലുകളെയും അയക്കാൻ ഈ സംഭവം കാരണമായേക്കാം. യുക്രൈൻ യുദ്ധം ആഗോളതലത്തിൽ സൃഷ്ടിച്ച സാമ്പത്തിക പ്രതിസന്ധികൾക്ക് പുറമെ യൂറോപ്യൻ രാജ്യങ്ങളുടെ അതിർത്തി സുരക്ഷയെയും ഇത് പൂർണ്ണമായി തകിടം മറിച്ചിരിക്കുകയാണ്. ഓരോ ദിവസവും കഴിയുന്തോറും യുദ്ധത്തിന്റെ തീവ്രത വർദ്ധിക്കുകയല്ലാതെ ശാശ്വതമായ ഒരു സമാധാന ചർച്ചകൾക്കുള്ള സാധ്യതകൾ എങ്ങും കാണുന്നില്ല. റൊമാനിയൻ പ്രസിഡന്റും പ്രധാനമന്ത്രിയും ഈ വിഷയത്തിൽ അടിയന്തര സുരക്ഷാ സമിതി യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. രാജ്യത്തിന്റെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റങ്ങളെ വെച്ചു പൊറപ്പിക്കില്ലെന്ന് യോഗത്തിന് ശേഷം ഭരണാധികാരികൾ വ്യക്തമാക്കി. ഈ സംഭവം അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വലിയ പ്രാധാന്യത്തോടെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. നാറ്റോയും റഷ്യയും തമ്മിൽ നേരിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് നയിക്കാൻ പോന്ന സ്ഫോടനാത്മകമായ സാഹചര്യമാണ് നിലവിലുള്ളത്. വരും ദിവസങ്ങളിൽ റൊമാനിയൻ അധികൃതർ പുറത്തുവിടുന്ന കൃത്യമായ അന്വേഷണ റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണ് ആഗോള സമൂഹം. റഷ്യൻ ഡ്രോണിന്റെ സാന്നിധ്യം സ്ഥിരീകരിക്കപ്പെട്ടാൽ മോസ്കോയ്ക്ക് മേൽ കൂടുതൽ നയതന്ത്ര സമ്മർദ്ദങ്ങൾ ചെലുത്താൻ പാശ്ചാത്യ രാജ്യങ്ങൾ ഈ അവസരം ഉപയോഗിക്കും. യുദ്ധഭൂമിയിലെ ഈ പുതിയ സംഭവ വികാസങ്ങൾ പശ്ചിമേഷ്യയിലും യൂറോപ്പിലും ഒരുപോലെ അസ്ഥിരത പടർത്തുകയാണ്.